കാലവർഷം ഇങ്ങെത്താറായി. ചെറുതായി മഴ കനത്തു തുടങ്ങിയിട്ടുമുണ്ട്. പകർച്ചവ്യാധികൾക്കൊപ്പം ഈ മഴക്കാലത്ത് സൂക്ഷിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്: വിഷപ്പാമ്പുകൾ. മഴക്കാലമായാൽ വീട്ടിലും പറമ്പിലുമൊക്കെ പാമ്പ് ശല്യം കൂടാറുണ്ട്. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കാറുണ്ട്. പാമ്പിൽ നിന്നും രക്ഷ നേടാൻ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില മുൻകരുതലുകൾ കൂടെ പറയാം. പലപ്പോഴും പാദരക്ഷകൾക്കകത്ത് തണുപ്പ് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട്. അശ്രദ്ധ മൂലം ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ല പോലെ പരിശോധിച്ച് ഇഴജന്തുക്കളില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അവ ധരിക്കാവൂ. വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളിലും ഹെൽമെറ്റിലുമൊക്കെ ഇവ കയറിപ്പറ്റാറുണ്ട്. അതിനാൽ വാഹനങ്ങൾ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഓടിക്കുക. കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പുകൾ ചുരുണ്ട് കൂടി കിടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക. മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിലും തണുപ്പ് പറ്റി പാമ്പുകൾ കിടക്കാറുണ്ട്. അതിനാൽ സൂക്ഷിച്ചു മാത്രം നടക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴക്കാലത്ത് വീട്ടിനകത്തേക്ക് പാമ്പുകൾ പല വിധേനയും ഇഴഞ്ഞെത്താൻ സാധ്യതയുണ്ട്. അതിനാൽ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും മറ്റും സൂക്ഷ്മത പാലിക്കുക. പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, വൈക്കോൽ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യുക. പാമ്പ് കടിയേറ്റാൽ ഒട്ടും വൈകിക്കാതെ ഉടൻ തന്നെ ചികിത്സ തേടുക. ഈ മഴക്കാലവും സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക.